കാറിൻ്റെ അകത്ത് കയറാതെ തന്നെ കാറിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റുന്ന ടെക്നോളജി വന്നിട്ട് ഒരുപാട് കാലമായി. പക്ഷേ അതിപ്പോഴും ഒരുപാട് പേർക്ക് അറിയത്തില്ല. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് നമ്മുടെ കാറിൽ ഹോൾഡ് എന്നുള്ള ഈ ഒരു ബട്ടൺ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിയിലും ചെയ്താൽ മതി. ഇപ്പം ഞാൻ കാറിൻ്റെ അകത്താണ്, പക്ഷേ കാർ ലോക്കാണ് കേട്ടോ. അത് നമ്മൾ കാർ പാർക്കൊക്കെ ചെയ്തിട്ട് പോകുമല്ലോ, അത്തരത്തിൽ കാർ ലോക്കാണ്. ഇപ്പോൾ കാർ ഞാൻ അകത്തുനിന്നോ പുറത്തുനിന്നോ തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, റിമോട്ട് ഇല്ലാതെ തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശബ്ദം വരും. അപ്പോൾ കാർ ലോക്കാണ്. ഇനി എങ്ങനെയാണിത് എഞ്ചിൻ റിമോട്ട് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ ഇഗ്നിഷൻ ബട്ടണിലൊന്നും ഞാൻ കാല് വെച്ചിട്ടില്ല. ജസ്റ്റ് കാറിൻ്റെ ലോക്ക് ബട്ടൺ ആദ്യം പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ ഹോൾഡ് ബട്ടൺ അതൊരു 3 സെക്കൻഡ് നേരം അമർത്തി പിടിക്കുക. ഇപ്പോൾ ഇതാ കാറിൻ്റെ എഞ്ചിൻ മറ്റൊന്നും ചെയ്യാതെ തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ റിമോട്ട് ഉപയോഗിച്ച് മാത്രം സ്റ്റാർട്ട് ആയതാണ്. ഇനി വീണ്ടും ആ ഹോൾഡ് ബട്ടൺ ഒരു 1-2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഓഫ് ആയിക്കോളും. ഇത്രയേ വേണ്ടുള്ളൂ. ഇത് നമുക്കിപ്പോൾ കാറിൻ്റെ പുറത്തുനിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ പുറത്തുനിന്ന് ചെയ്യുന്ന സമയത്ത് അകത്തുള്ള മൂവ്മെൻറ്റ്സ് അറിയാനോ കാണാനോ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ കാറിൻ്റെ അകത്ത് കയറി കാണിച്ചത്. ഇത് തന്നെ ഞാൻ പുറത്തുനിന്നൂടെ ഒരു പ്രാവശ്യം കാണിച്ചു തരാം. നമ്മളിതാ കാർ ലോക്ക് ചെയ്യാണ്. ഇപ്പോൾ പുറത്താണ് ഞാനുള്ളത്. കാർ ലോക്ക് ചെയ്യുന്നുണ്ട്. ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ലോക്ക് മോഡിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ട് ആദ്യം ലോക്ക് ബട്ടൺ ഒന്നും കൂടെ പ്രസ് ചെയ്യുക. അതിനുശേഷം 3 സെക്കൻഡ് ഈ ഹോൾഡ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ആയിക്കോളും. ഇത് ഓട്ടോമാറ്റിക് കാറുകളിലും മാനുവൽ കാറുകളിലും ഈ ഫീച്ചർ അവൈലബിൾ ആണ്. പക്ഷേ മാനുവൽ കാറിലാണെങ്കിലും ഓട്ടോമാറ്റിക് കാറിലാണെങ്കിലും കാറിൻ്റെ ഗിയർ ലിവർ പാർക്ക് മോഡിലാണെങ്കിൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക് യു.